എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെപ്പോക്കിലെ മഞ്ഞക്കടലിനെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ 8 വർഷത്തെ ഒരു വലിയ ചീത്തപ്പേര് കഴുകിക്കളഞ്ഞിരിക്കുകയാണ്. IPL-ൽ ദീർഘകാലമായി 200-ന് മുകളിലുള്ള സ്കോറുകൾ ചേസ് ചെയ്യാൻ CSKയ്ക്ക് കഴിയില്ലെന്ന് പരിഹസിച്ചവർക്കുള്ള കൃത്യമായ മറുപടിയായിരുന്നു ഇന്നലെ കണ്ടത്. ചെപ്പോക്കിലെ നിർണായക പോരാട്ടത്തിൽ പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരായ ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 5 വിക്കറ്റിന് തകർത്തുകൊണ്ടാണ് CSK തകർപ്പൻ വിജയം സ്വന്തമാക്കിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ആവേശം വാനോളമായിരുന്നു. ചെപ്പോക്കിലെ ഗാലറികളെ സാക്ഷിയാക്കി ടോസ് ഭാഗ്യം തുണച്ചത് CSK നായകൻ ഋതുരാജ് ഗെയ്ക്വാദിനെയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലെ അതേ വിന്നിംഗ് ടീമിനെ നിലനിർത്തിക്കൊണ്ട് ആദ്യം ബൌൾ ചെയ്യാനാണ് ഋതുരാജ് തീരുമാനിച്ചത്. എന്നാൽ ലക്നൌ ടീമിൽ ചില നിർണായക മാറ്റങ്ങളുണ്ടായിരുന്നു. ജോഷ് ഇംഗ്ലിസിനെയും ആവേശ് ഖാനെയും അവർ ടീമിലേക്ക് തിരികെ വിളിച്ചിരുന്നു. ബാറ്റിംഗിനിറങ്ങിയ ലക്നൌവിനായി ഓപ്പണർ ജോഷ് ഇംഗ്ലിസ് ഒരു സംഹാര താണ്ഡവം തന്നെയാണ് പുറത്തെടുത്തത്. CSK ബൌളർമാരെയും ഫീൽഡർമാരെയും അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിക്കുന്ന പ്രകടനമായിരുന്നു അത്. വെറും 33 പന്തിൽ 10 ഫോറുകളും 6 കൂറ്റൻ സിക്സറുകളുമടക്കം 85 റൺസാണ് ആ ഓസ്ട്രേലിയൻ താരം വാരിക്കൂട്ടിയത്. പവർ പ്ലേയിൽ ലക്നൌ സ്കോർബോർഡ് റോക്കറ്റ് പോലെയാണ് കുതിച്ചത്. 6 ഓവർ പൂർത്തിയായപ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 91 റൺസെന്ന വമ്പൻ സ്കോറിലായിരുന്നു അവർ. എന്നാൽ ഇംഗ്ലിസ് വീണതോടെ മത്സരത്തിന്റെ ഗതി പാടെ മാറി. ലക്നൌവിന്റെ റൺറേറ്റ് പെട്ടെന്ന് താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. മധ്യ ഓവറുകളിൽ ചെന്നൈ ബൌളർമാർ കണിശമായ പന്തേറിലൂടെ അവരെ വരിഞ്ഞു മുറുക്കി. 7 മുതൽ 15 വരെയുള്ള ഓവറുകളിൽ വെറും 63 റൺസ് മാത്രമേ അവർക്ക് വിട്ടുനൽകിയുള്ളൂ. അവസാന ഓവറുകളിൽ ഷഹബാസ് അഹമ്മദ് നടത്തിയ മിന്നൽ പ്രകടനമാണ് ലക്നൌവിനെ 200 കടത്തിയത്. നേരിട്ട 23 പന്തിൽ പുറത്താകാതെ 43 റൺസാണ് ഷഹബാസ് അടിച്ചെടുത്തത്. ഒടുവിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസെന്ന ഹിമാലയൻ സ്കോറിൽ ലക്നൌ ഇന്നിംഗ്സ് അവസാനിച്ചു. ചെന്നൈയ്ക്കായി ജാമി ഓവർട്ടൺ 3 വിക്കറ്റും അൻഷുൽ കമ്പോജ് 2 വിക്കറ്റും വീഴ്ത്തി ലക്നൌവിനെ വമ്പൻ സ്കോറിൽ നിന്നും തടഞ്ഞു നിർത്തി. 204 റൺസിന്റെ കൂറ്റൻ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ CSKയ്ക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളിയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം 2018-ന് ശേഷം ഇത്രയും വലിയൊരു സ്കോർ ചേസ് ചെയ്ത് ജയിക്കാൻ അവർക്ക് ഒരിക്കൽ പോലും സാധിച്ചിരുന്നില്ല. ആ ചരിത്രം മുന്നിലുള്ളതുകൊണ്ട് തന്നെ പകുതി വഴിയിൽ വെച്ച് പലരും ചെന്നൈയുടെ വിജയത്തിൽ സംശയിച്ചിരുന്നു. പക്ഷേ ഇന്ന് ചെന്നൈ പുതുചരിത്രം എഴുതാൻ തന്നെയായിരുന്നു തീരുമാനിച്ചത്. 8 വർഷങ്ങൾ നീണ്ട ആ കാത്തിരിപ്പിന് വിരാമമിട്ട് ചെന്നൈ പുതുചരിത്രം കുറിച്ചു. ഈ വിജയത്തിന് പിന്നിൽ ഉർവിൽ പട്ടേൽ എന്ന യുവതാരത്തിന്റെ മാസ്മരിക ഇന്നിംഗ്സ് ആയിരുന്നു. വൺ ഡൌണായി ക്രീസിലെത്തിയ ഉർവിൽ ലക്നൌ ബൌളർമാരെ നിലം തൊടാൻ അനുവദിച്ചില്ല. വെറും 13 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച താരം യശസ്വി ജയ്സ്വാളിന്റെ ഓൾ ടൈം റെക്കോർഡിനൊപ്പമെത്തി. 23 പന്തിൽ 8 കൂറ്റൻ സിക്സറുകളും 2 ഫോറുമടക്കം 60 റൺസാണ് ഉർവിൽ വാരിക്കൂട്ടിയത്. ഉർവിൽ പകർന്നു നൽകിയ ആ ആവേശം നായകൻ ഋതുരാജ് ഗെയ്ക്വാദും ഏറ്റെടുത്തു. 28 പന്തിൽ 3 ഫോറും 2 സിക്സറുമടക്കം 42 റൺസുമായി ഋതുരാജ് നായകന്റെ ഇന്നിംഗ്സ് കളിച്ചു. മലയാളി ആരാധകരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് നമ്മുടെ സ്വന്തം സഞ്ജു സാംസണും മത്സരത്തിൽ തിളങ്ങി. നേരിട്ട 14 പന്തിൽ 3 ഫോറും 2 സിക്സറുമടക്കം 28 റൺസാണ് സഞ്ജു നേടിയത്. കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറികൾ കണ്ടെത്തി സഞ്ജു വിജയലക്ഷ്യം എളുപ്പമാക്കി. ഒടുവിൽ 4 പന്തുകൾ ബാക്കി നിൽക്കെ 5 വിക്കറ്റിനാണ് ചെന്നൈ ആവേശകരമായ വിജയം പിടിച്ചെടുത്തത്. ഈ ഗംഭീര ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തേക്ക് ഉയരാനും 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനായി. ചരിത്രം തിരുത്തിക്കൊണ്ടുള്ള ചെന്നൈയുടെ ഈ തിരിച്ചുവരവ് IPL-നെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചിരിക്കുകയാണ്. വരും മത്സരങ്ങളിലും ഈ പോരാട്ടവീരൻ തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ കളിയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഉർവിൽ പട്ടേലിന്റെ ഈ വെടിക്കെട്ട് പ്രകടനം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? വെറും 13 പന്തിൽ 50 അടിച്ച ഉർവിലാണോ, അതോ അവസരോചിതമായി ബാറ്റ് ചെയ്ത സഞ്ജു സാംസണാണോ ചെന്നൈയുടെ വിജയത്തിൽ നിർണായകമായത്? പലരും ചോദിക്കുന്നുണ്ട് 2018-ന് ശേഷം CSKയ്ക്ക് ഈ മാറ്റം എങ്ങനെ സാധ്യമായെന്ന്. ഋതുരാജിന്റെ ക്യാപ്റ്റൻസിയിലുള്ള കോൺഫിഡൻസ് തന്നെയാണ് ഇതിന് പിന്നിലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഇനി നിങ്ങളുടെ ഊഹം പറയൂ. ഈ ഫോം തുടർന്നാൽ ചെന്നൈ ഇത്തവണ ഫൈനലിൽ കയറുമോ? നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളും IPL വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.